തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി. ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഓടിക്കുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആന ഇപ്പോൾ റബ്ബർ തോട്ടത്തിലേക്ക് മാറി. അരുൺ സഖറിയും സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു വലിയ പ്രതിസന്ധി. അതിപ്പോൾ മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഉടനെ തന്നെ വനം വകുപ്പ് അടുത്ത നടപടിയിലേക്ക് കടക്കുമോ? തീർച്ചയായും ഇപ്പോൾ കൂട്ടത്തിൽ നിന്ന് ആനയെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആന ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഞാൻ നിൽക്കുന്നതിന് സമീപത്തുണ്ടായിരുന്ന ഈ തുരുത്തിലാണ് കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മുറിവേറ്റ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു സമീപത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷെ അതിന് അപ്പുറത്തേക്ക് കാട് കയറി പോകാനുള്ളൊരു ശ്രമം നടത്തിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് തടയിടുകയും വീണ്ടും അതിനെ റബ്ബർ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ കാട്ടാന നിൽക്കുന്നത് റബ്ബർ എസ്റ്റേറ്റിലാണ്. സമീപത്ത് ചെറിയൊരു അരുവി ഉണ്ട്. ആ അരുവിയുടെ സമീപത്താണ് ഇപ്പോൾ ആ കാട്ടാന നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥലത്ത് വെച്ച് ഇപ്പോൾ മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരുൺ സഖറി ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എന്നുള്ളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്ന്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് കാട്ടാന ഉള്ളിലേക്ക്, ആ ഇല്ലിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് അവിടെ വെച്ച് കൃത്യമായി തടയുന്നു. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ ഒച്ച മുഴക്കുന്നു, ഹോണടിക്കുന്നു. അങ്ങനെ കാട്ടാനയെ ആ ഭാഗത്തോടെ ഇല്ലിക്കാട്ടിലേക്ക് കയറാനുള്ള ശ്രമം അത് തടയുകയും അതിനുശേഷം ഇപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞു. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്ത് കാട്ടാന നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അതൊരു പേടിപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ആ കാട്ടാന ഉള്ളത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനെ വീണ്ടും ആ തുരുത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തുരുത്തിൻ്റെ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുന്നുണ്ട്. തുരുത്തിലേക്ക് വീണ്ടും കയറാനുള്ള ശ്രമം കാട്ടാന നടത്താനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് തുരുത്തിലേക്ക് കയറാനുള്ള ഒരു തടയിടാൻ അവിടെ വനപാലകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ ദൂരേക്ക് പോകാനുള്ള സാധ്യത കൂടി തടയിടാനുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏത് സമയത്ത് വേണമെങ്കിലും ആ കാട്ടാനയെയും മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം ഇനി കൂടുതൽ അപകടകരമായ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് മയക്കുവെടി വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കോ കാട്ടാന നീങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ റബ്ബർ തോട്ടത്തിൽ കാട്ടാന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനെ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ആ കാട്ടാനയുടെ ആരോഗ്യത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ആ കാട്ടാന ഓടുന്ന ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാം. വലിയ വേഗതയിൽ കാട്ടാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ആ റബ്ബർ തോട്ടത്തിൽ കൂടി. പക്ഷേ അപ്പോഴും 4 ഭാഗത്തായി നിലയുറപ്പിച്ചുകൊണ്ട് പ്രധാനമായും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് വനപാലകർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുഴയിലേക്ക് ഇറങ്ങാതെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മല കയറി കാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിനും തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്ത് കാട്ടാന നിലയുറപ്പിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ഏതായാലും ഇപ്പോൾ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നാട്ടുകാരും ഇതിനൊപ്പം തൊഴിലാളികളും ഇതിനൊപ്പം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ കാട്ടിലേക്ക് കയറിപ്പോയാൽ കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ തുരുത്തിൽ നിന്ന് കാട്ടാനയെ മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ പടക്കം പൊട്ടിക്കുന്നു. ആ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, ആ ഇല്ലിക്കാട് ആ ഭാഗങ്ങളിൽ
ഭാഗങ്ങളിലേക്ക് കാട്ടാന കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പക്ഷേ നിരീക്ഷിച്ചെങ്കിൽ പോലും കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് രാവിലെ മറ്റ് 3 ആനകൾക്കൊപ്പം കാട്ടാന വീണ്ടും ഈ തുരത്തിന് സമീപത്തേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമയത്ത് കാട്ടാനയെ തുരത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന ആ പ്രദേശത്തിന് സമീപത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ സമയത്താണ് കാട്ടാന അന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച സമയത്ത് ഏത് തരത്തിലാണോ കാട്ടാന അവിടെ നിന്ന് മാറിയത് അതിന് സമാനമായ സാഹചര്യത്തിൽ ഇല്ലിക്കാട്ടിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. ഇല്ലിക്കാട്ടിലേക്ക് കയറിയാൽ സ്വാഭാവികമായും കുത്തനെയുള്ള മലയുണ്ട്. അതിനുള്ളിലേക്ക് പോയാൽ ഒരു കാരണവശാലും ഡ്രോൺ നിരീക്ഷണത്തിൽ പോലും കാട്ടാനയെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ ദൗത്യം എന്നത് അവിടെ ഒരു കാരണവശാലും നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വനപാലകർ അവിടെ നിലയുറപ്പിക്കുകയും കാട്ടാന ആ ഇല്ലിക്കാട്ടിലേക്ക് കടന്നു പോകാനുള്ള ശ്രമം തടയിട്ടുകൊണ്ട് അതിനെ പൂർണ്ണമായും അവിടെ നിന്ന് താഴേക്ക് ഓടിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവർ വലിയ രീതിയിൽ ഒച്ചമുഴക്കിയും മറ്റുമാണ് ഓടിക്കുന്നത്. അങ്ങനെ കാട്ടാനയെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് കയറ്റുന്നു. ആ റബ്ബർ എസ്റ്റേറ്റിൽ കാട്ടാന ഇപ്പോൾ നിലയുറപ്പിക്കുകയാണ്. അതിന് സമീപത്ത് ഒരു ചെറിയ തോട് മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ അവിടെ നിന്ന് മയക്കുവെടി വെച്ചാൽ അത് പൂർണ്ണമായ രീതിയിൽ മറ്റു സ്ഥലത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുകൂടി ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. അരുൺ സെക്രട്ടറിയും സംഘവും സ്ഥലത്തുണ്ട്. ഏറ്റവും ആപ്റ്റായ സമയത്ത് അത് കൃത്യമായി മയക്കുവെടി വെക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആ പ്രദേശത്ത് കാര്യമായ പ്രശ്നമില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇപ്പോൾ പൈനാപ്പിൾ തോട്ടം അടക്കമുള്ള പ്രദേശത്തേക്ക് പോലും അത് നീങ്ങാതിരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന റബ്ബർ എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആസിഫ്, റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ മാറി നിൽക്കുന്നത് നന്നായിരിക്കും തോന്നി. പാറ ആയതുകൊണ്ട് തന്നെ, പുഴയായതുകൊണ്ടും വെള്ളവും വഴുക്കലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആസിഫ് വീഴാൻ പോകുന്നത് പോലെയൊക്കെ തോന്നി. ചിലപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആസിഫ് സൂചിപ്പിച്ചതുപോലെ ആന പുഴയിലേക്ക് ഇറങ്ങാതെ ഒപ്പം കാട് കയറാതെയുമുള്ള ശ്രമങ്ങളാണ് ഈ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴയുടെ സമീപത്തേക്ക് പോയാൽ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു പ്രതിസന്ധി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാട് കയറിയാൽ അത് വീണ്ടും പ്രതിസന്ധിയാകും. ഇങ്ങനെയുള്ള ഈ 2 സാഹചര്യങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസിഫ് തുടരുന്നുണ്ട്. ആസിഫ്, ഈ ആന ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. മറ്റാനകളെ കൂട്ടം തെറ്റിച്ച് എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത്? ഇനി ഉടനെ തന്നെ മയക്കുവെടി വെക്കുമോ? എന്താണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ദൗത്യസംഘത്തിനുള്ളത്. കാരണം മറ്റ് ആനകൾ ഇപ്പോഴും തുരുത്തിൽ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് 3 ആനകളും നേരത്തെ ഉണ്ടായിരുന്ന തുരുത്തിലുണ്ട്. ആ തുരുത്തിൻ്റെ വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് വന്നിട്ടില്ല. ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന മാത്രമാണ് ഇപ്പോൾ തുരുത്ത് വിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രദേശത്തേക്ക് മറ്റ് കാട്ടാനകൾ വരുത്താതിരിക്കുക. 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കാട്ടാന മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുള്ള പ്രദേശത്തേക്ക് മറ്റ് കാട്ടാനകൾ ആനയുടെ കൂട്ടത്തിൽ മറ്റാനകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെ മറ്റാനകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു വനംവകുപ്പിന് മുൻപിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ കാട്ടാനയെ കൂട്ടത്തിൽ നിന്ന്, മറ്റാനകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കാട്ടാനയെ അധികം വൈകാതെ തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കത്തിലേക്കായിരിക്കും വനം വകുപ്പ് കടക്കുക. ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആന കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിരീക്ഷണം. ആസിഫ് ഉണ്ട്. ആസിഫ് തുടരാം. തീർച്ചയായും ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു പ്രദേശത്ത് ഏറ്റവും സുഗമമായ സ്ഥലത്ത് വെച്ച് തന്നെ ഇപ്പോൾ ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആന ഉള്ളിലേക്ക് കയറി പോകാൻ ശ്രമിച്ച സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് തടയിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ പടക്കം പൊട്ടിച്ച് ആനയെ മാറ്റാനുള്ളൊരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് പിന്നീട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായി ഇപ്പോൾ ഡോക്ടർ സംഘം അടുത്തുണ്ട്. മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആന അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ മയക്കുവെടി ഏറ്റതിന് ശേഷം ആന അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. ഡോക്ടർ സംഘം എന്തായാലും കൂടെയുണ്ട്. ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആന ഇപ്പോൾ എന്തായാലും മുമ്പോട്ട് ഇപ്പോൾ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ചിട്ടുണ്ട്. കാട്ടാന ആസിഫ്, ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ഇത് എത്ര ദൂരം ഓടാനുള്ളൊരു സാധ്യതയുണ്ട്? ഇതിന് ശേഷം ഇതിനെ എങ്ങോട്ടേക്കായിരിക്കും മാറ്റുക?
എന്തായാലും മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അധികം വൈകുന്നതിന് മുൻപ് തന്നെ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ചു എന്നുള്ളതാണ്. ആസിഫ, കേൾക്കാമെങ്കിൽ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ഇതെത്ര ദൂരം പോകാനുള്ളൊരു സാഹചര്യമാണ് ഈ വനം വകുപ്പ് അധികൃതർ മുന്നിൽ കാണുന്നത്? അതിനുശേഷം ഈ കാട്ടാനെ എങ്ങോട്ട് മാറ്റാനായിരിക്കും നീക്കം? മയക്കുവെടി വെച്ച കാട്ടാനെ എന്തായാലും നിരീക്ഷിച്ചു വരികയാണ്. കാരണം അതിന് ഒരു കുറച്ച് അധിക സമയമെടുക്കും. കാരണം ഇത് അതിന് ശരീരത്തിലേക്ക് പ്രവർത്തിച്ച് വരാൻ അത് എത്ര സമയം കൊണ്ടാണ് അതിന് ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ മയക്കുവെടി വെച്ചതിന് ശേഷം ആന സ്വാഭാവികമായും ആ സമയത്ത് ആന മുമ്പോട്ട് തന്നെയാണ് സാധാരണഗതിയിലെല്ലാം പോകാറ്. ആ രീതിയിൽ തന്നെ ആന ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ആ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് ആന പോയിട്ടുള്ളത്. പക്ഷേ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത തടയിടാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ആനയെ ഇപ്പോൾ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ സംഘം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പ് ചെയ്തിരുന്നു. കാരണം ആനയെ സ്പോട്ട് ചെയ്തതിന് പിന്നാലെ കൂടുതൽ സംഘം അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ തന്നെ 50 അംഗ സംഘമായി ഇന്ന് ഇതോടൊപ്പമാണ് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗ ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ് നിലവിൽ. ഇനിയിപ്പോൾ ഇത് എത്ര സമയത്തിനകത്ത് ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ്. എത്ര സമയത്തിന് ശേഷമായിരിക്കും ആനയെ അതിനുശേഷം ലൊക്കേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഒറ്റയ്ക്കാക്കിയതിന് ശേഷമാണ് വനംവകുപ്പ് അധികൃതർ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത്. ആസിഫ്, തുടരാം. തീർച്ചയായും ഒരു 8:36, 8:37 സമയത്താണ് ഇപ്പോൾ കാട്ടാനെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന റബ്ബറിൻ തോട്ടം, ആ റബ്ബറിൻ തോട്ടത്തിന് സമീപത്ത് വെച്ച് തന്നെ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. കാരണം അരുൺ സിക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് പോയ സമയത്ത് അതൊരു ചെറിയൊരു തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനോട് ചേർന്ന്. അവിടെ വെച്ച് തന്നെ കാട്ടാനയെ കൃത്യമായി മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മയക്കുവെടി വെക്കുന്നു. അതിന് പിന്നാലെ കാട്ടാന കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് അത് മുന്നോട്ട് പോകുക എന്നാണ്. മയക്കുവെടി വെച്ചതിന് പിന്നാലെ അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു അമ്പലത്തിന്റെ ഭാഗത്തേക്കാണ് കാട്ടാന പോയിട്ടുള്ളത്. അവിടുന്ന് വലിയ ദൂരമില്ല. പക്ഷേ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണത്തിൽ കാട്ടാന ഉണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇനി എത്രയും പെട്ടെന്ന് ചികിത്സ നൽകാൻ കഴിയുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തണം. അതിന് ആവശ്യമായുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ഒരു മയക്കുവെടിയേറ്റതിന് ശേഷം അത് എത്രത്തോളം സമയം ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മയക്കം അതിന് വരേണ്ടതുണ്ട്. അതിനുള്ള ഒരു കാത്തിരിപ്പിന് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായി നിരീക്ഷിക്കണം. കാരണം ഇനി അവിടെ നിന്ന് മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് അത് കയറിപ്പോകാനുള്ള ഒരു ഇടയുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കാട്ടാന ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ ഒരു മയക്കത്തിന് സമയം കൂടി പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടത്. പിന്നീട് അതിനെ ചികിത്സ നൽകാൻ അതിനെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അതിന്റെ മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് തുടർച്ചയായി ആ മുറിവിലേക്ക് മണ്ണും മറ്റും ഇട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവ് വഷളാകാനും അത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തിയാണ് പിന്നീട് ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും അങ്ങനെ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുന്നതും. ബുധനാഴ്ച കാട്ടാന നിരീക്ഷണത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നു. പക്ഷേ ബുധനാഴ്ച ഉച്ചയോടുകൂടി ഇന്ന് നടത്തിയതിന് സമാനമായ നീക്കം, അതായത് കാട്ടാനയെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു നീക്കം നടന്നു. അത് പടക്കം പൊട്ടിച്ചാണ് അന്ന് അത്തരത്തിലൊരു നീക്കം നടന്നത്. പക്ഷെ അതിന് പിന്നാലെ കാട്ടാന ആ പടക്കം പൊട്ടിച്ചതിന്റെ ഒരു ഭീതിയിൽ അത് ഉള്ളിലേക്ക് കയറിപ്പോവുകയും പിന്നീട് ബുധനാഴ്ച ഉച്ച മുതൽ ഇന്നലെ രാത്രി വരെ നടത്തിയ പരിശോധനയിൽ കാട്ടാനയെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന്
നമ്മൾ നിൽക്കുന്ന തുരുത്തിന് സമീപത്ത് വീണ്ടും 3 കാട്ടാനകളുടെ ഒപ്പം ഈ കാട്ടാന എത്തുകയായിരുന്നു. അതാണ് എന്നൊരു 7 മണിയോട് കൂടിയാണ് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെയും കാട്ടാനകളുടെ കൂട്ടം ഇതിന് സമീപത്തുള്ള പല പ്രദേശങ്ങളിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ കൂട്ടത്തിലൊന്നും ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു 7 മണിയോടുകൂടി ഈ കാട്ടാന തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു. അതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ ടീമുകളായി തിരിഞ്ഞ് പല ഭാഗങ്ങളിലായി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദ്യ ബുധനാഴ്ച സംഭവിച്ചതുപോലൊരു വീഴ്ച സംഭവിക്കാതിരിക്കാൻ കാട്ടാന ഉൾക്കാട്ടിലേക്കോ മറ്റോ പോകാതിരിക്കാനും നിരീക്ഷണ വൃത്തത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും ആവശ്യമായുള്ള ഒരു സജ്ജീകരണം എന്ന നിലയ്ക്ക് പല ഭാഗങ്ങളായി തിരിഞ്ഞ് കാടിലേക്ക് കയറാനുള്ള സാധ്യതകൾ തടഞ്ഞു. അതോടൊപ്പം തന്നെ ആ പുഴയിൽ നിന്ന് റബ്ബർ തോട്ടത്തിലേക്ക് എത്തിയതിന് പിന്നാലെ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെയാണ് പിന്നീട് കാട്ടാനയെ കൂടുതൽ സുഗമമായ സ്ഥലത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തിക്കൊണ്ടുവരികയും റബ്ബർ എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ച കാട്ടാനയെ മയക്കുവെടി വെക്കുകയുമായിരുന്നു. എന്തായാലും അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ദൗത്യം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആദ്യഘട്ട ദൗത്യം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. ഇനി പൂർണ്ണമായ രീതിയിൽ ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ആനയെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാവശ്യമായുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിര എന്തായാലും കാട്ടാന ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം കാട്ടാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഈ ഘട്ടത്തിൽ എന്ത് നടപടികളാണ് പുരോഗമിക്കുന്നത്? ഈ ഘട്ടത്തിൽ എന്താണ് വനംവകുപ്പ് അധികൃതർ ചെയ്യുന്നത് ആസിഫ്? തീർച്ചയായും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാട്ടാന ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ, അതായത് നമ്മുടെ നിരീക്ഷണ വലയത്തിൽ നിന്ന് പോകാതിരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാവശ്യമായുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാട്ടാന ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത് ആ അമ്പലമൊക്കെയുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. കാരണം ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്നതിന് കുറച്ചപ്പുറത്തായിട്ടാണ് കാട്ടാനയെ നമുക്ക് മയക്കുവെടി വെക്കാനുള്ള ഒരു സ്പോട്ടായി കിട്ടിയത്. അവിടെ നിന്ന് മയക്കുവെടി ഏറ്റതിന് ശേഷം മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രദേശത്തേക്ക് പോയതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അതിനെ നിരീക്ഷിച്ച് അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വിലയിരുത്തി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് ചികിത്സ നൽകാൻ ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ കഴിയുന്ന ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ ചികിത്സ നൽകുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെടുക്കുന്ന സമയം സംബന്ധിച്ച് സ്വാഭാവികമായും അതിന് ഉപയോഗിച്ചിട്ടുള്ള മരുന്നും മറ്റു കാര്യങ്ങൾ കൂടി പരിശോധന ശേഷമായിരിക്കും വിലയിരുത്താൻ കഴിയുക. ഏതായാലും അധിക താമസിയാതെ തന്നെ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് മസ്തകത്തിൽ ഇത്തരത്തിൽ മുറിവേറ്റ കാട്ടാന ഈ ഘട്ടത്തിൽ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള നിരീക്ഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് വനം വകുപ്പിന് കടക്കേണ്ടത്. ഡോക്ടർ അരുൺ സഖറിയ അടക്കമുള്ള ആളുകൾ നിലവിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ കാട്ടാനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനം വകുപ്പ് അധികൃതരും. ഇത്തരത്തിൽ പിടികൂടുന്നതിനായിട്ട് രാവിലെ ഇപ്പോൾ നമ്മൾക്ക് ആദ്യമായി ദൃശ്യങ്ങൾ വരുന്ന സമയത്ത് ഈ കാട്ടാനയുടെ ഒപ്പം മറ്റാനകൾ കൂടി ഉണ്ടായിരുന്നു. അത് വലിയ പ്രതിസന്ധിയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് കാട്ടാനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഒറ്റയ്ക്കെത്തിച്ചതിന് ശേഷം പുഴയുടെ സമീപത്തല്ലാതെ ഒപ്പം കാട് കയറാതെ ഒക്കെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് വനം വകുപ്പ് അധികൃതർ ഇപ്പോൾ ഈ തരത്തിൽ കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര സമയത്തിന് ശേഷമാണ് കാട്ടാന മയങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ മനസ്സിലാക്കി വരേണ്ടതാണ്. ആസിഫ് ഉണ്ട്. ആസിഫ്, തുടരാം. തീർച്ചയായും ഇപ്പോൾ ചികിത്സ തുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 3 ഡോസ് മയക്ക് വെടിയാണ് കാട്ടാനയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പൂർണ്ണമായും ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. കാട്ടാനയെ ട്രേസ് ചെയ്തതിന് പിന്നാലെ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 7 മണിയോടുകൂടി ആണ് മസ്തകത്തിൽ മുറിവേറ്റ ആന തന്നെയാണ് അത് എന്ന് ഉറപ്പിക്കുന്നത്. അതിന് പിന്നാലെ നടന്ന നടപടികൾ അത് വളരെ വേഗത്തിലാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിനെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് പിന്നാലെ അതിന് ചികിത്സ നൽകാൻ ഉള്ള നടപടി, അതായത്
മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ വേഗത്തിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ വളരെ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുറിവിൻ്റെ ആഴമടക്കം പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി അധികം താമസിയാതെ തന്നെ അതിൻ്റെ ആരോഗ്യ നില സംബന്ധിച്ചും അതിൻ്റെ മുറിവിൻ്റെ ആഴം സംബന്ധിച്ചുമുള്ള കൂടുതൽ വിവരങ്ങളടക്കം നമുക്ക് ലഭ്യമാകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്തായാലും വളരെ ആസൂത്രിതമായ ഒരു നീക്കം വളരെ വേഗത്തിൽ തന്നെ അത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാട്ടാനയെ പൂർണ്ണമായ രീതിയിൽ വരുതിയിൽ വരുത്താൻ കഴിയുകയും ചെയ്തു. അതിനും ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിയേറ്റതിന് ശേഷവും കാട്ടാനയെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ കൂടുതൽ സുഗമമായ രീതിയിൽ ഈ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. എന്തായാലും കാട്ടാനയ്ക്ക് ചികിത്സ അടക്കം നൽകുന്ന നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് നമുക്കറിയാവുന്നതുപോലെ അതിനുശേഷം കാട്ടാനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡോക്ടർ അരുൺ സഖറിയ അടക്കമുള്ള ആളുകൾ അവിടെ തുടരുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ യജ്ഞമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വീണ്ടും രാവിലെ തൊട്ട് തുടങ്ങിയ യജ്ഞമാണ്. കാട്ടാനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഈ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കുവെടി വെക്കണം എന്നൊക്കെയുള്ളതായിരുന്നു ഈ വനം വകുപ്പിൻ്റെ മുൻപിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുശേഷമാണിപ്പോൾ ഈ ഘട്ടത്തിൽ മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആസിഫ് തുടരുന്നുണ്ട്. ആസിഫ്, ചികിത്സ അടക്കം ആരംഭിച്ചു എന്നുള്ളതാണോ? ആസിഫ്, ഈ ഘട്ടത്തിൽ എന്ത് തരം നടപടികളാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മയക്കുവെടിയാണ് വെച്ചത്. 2 ഡോസ് മരുന്ന് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായും ആന ഒരു ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും മയക്കുവെടി വെച്ചതിന് ശേഷം മുന്നോട്ട് പോയ ആന അമ്പലത്തിന് സമീപത്ത് വെച്ച് തന്നെ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുകയും ഇപ്പോൾ ചികിത്സ നൽകാൻ കഴിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാരംഭ ചികിത്സ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏകദേശം ഒരു 7 മണിയോടുകൂടി ആനയെ കണ്ടെത്തുന്ന ഒരു 8:30യോടുകൂടി ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അരുൺ സഖറിയും സംഘവും സ്ഥലത്തെത്തി ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ആനയെ ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു തുരുത്തിൽ നിന്ന് ആന മുറിച്ച് കടന്നുകൊണ്ട് ആ എസ്റ്റേറ്റിൽ കൂടി തൊഴിലാളി ലയത്തിന്റെ ഭാഗത്തു കൂടി കാട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് പൂർണ്ണമായും തടയിടാൻ കഴിയുകയും അവിടെ വെച്ച് ആനയെ വീണ്ടും തുരത്തി ഓടിച്ച് റബ്ബർ എസ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ആ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ചാണ് ഇപ്പോൾ ആനയ്ക്ക് ഇപ്പോൾ
ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ട്രീറ്റ്മെന്റ് ആരംഭിച്ച കാര്യം എന്തായാലും ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആന ഇപ്പോൾ പൂർണ്ണമായും ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ്. വനത്തിനുള്ളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച ആനയ്ക്ക് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം അധിക സമയം ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് ആനയെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് അവിടെ നിന്ന് ആദ്യ മയക്കുവെടി വെച്ചു. അതിനുശേഷം ആന അല്പം മുമ്പോട്ട് കുതിച്ച സമയത്ത് രണ്ടാമത്തെ മയക്കുവെടി വെച്ചു. പിന്നീട് തുടർച്ചയായി 2 മയക്കുവെടി കൂടി, അങ്ങനെ 4 മയക്കുവെടികൾ നൽകുകയും 2 ഡോസ് മരുന്ന് ആനയുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്തു. അതോടുകൂടി ആന പൂർണ്ണമായ രീതിയിൽ വരുതിയിലാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആനയ്ക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസ്തകത്തിലുള്ള മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കണം. വനത്തിനുള്ളിൽ വെച്ച് തന്നെയായിരിക്കും ചികിത്സ നൽകുക. മറ്റെവിടേക്കെങ്കിലും മാറ്റാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വനത്തിനുള്ളിൽ വെച്ച് തന്നെ ആനയ്ക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ചികിത്സാ സംവിധാനമായിരിക്കും ഏർപ്പെടുത്തുക. എന്നാലും ആനയുടെ മുറിവിന്റെ ഒരു ആഴമടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ട് വരികയാണ്. അതിന്റെ ഒരു സ്വഭാവം, അത് പഴുപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് മറ്റ് ചികിത്സാ നടപടികൾ ആരംഭിക്കുക. എന്തായാലും പ്രാരംഭ ചികിത്സ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആതിര, എന്തായാലും ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കുള്ള പ്രാരംഭ ചികിത്സാ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയുടെ മുറിവിൻ്റെ ആഴം, എത്തരത്തിലുള്ള ചികിത്സയാണ് ആവശ്യമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാകും വിശദമായ ചികിത്സ ആനയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ എന്തായാലും പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആന കാട് കയറി പോകുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ മറികടന്നാണ് വനം വകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത്. 4 റൗണ്ട് വെടിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച കാട്ടാനയ്ക്ക് ഈ ഘട്ടത്തിൽ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്